ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ തെരുത്താത്ത ആ വീഡിയോന് എന്താ പറയുക മറുപടിയൊക്കെ ഇട്ടിട്ടുണ്ട്. തെരുത്താത്തോട് ഞാൻ പറയുകയാണ്, എൻ്റെ തള്ളയ്ക്ക് മറ്റേ എയ്ഡ്സും കാര്യങ്ങളൊന്നുമില്ല. കാരണം അത് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ മറ്റേ ദുബായിലൊക്കെ പോയിട്ട് കണ്ടവൻ്റെ കൂടെ കിടന്നിട്ട് കാല് വാരി അടിക്കുക, മറ്റേ എന്താ പറയുക കണ്ടവൻ്റെ കൂടെ കിടന്നിട്ട് കാല് പൊട്ടിക്കുക, അങ്ങനത്തെ പരിപാടിക്ക് നിൻ്റെ തള്ള നിന്നിക്കില്ല. അപ്പോൾ വെടിപ്പുര ബീവി, നീ അന്തസ്സുള്ളതാണ്, തന്തയ്ക്കും തള്ളയ്ക്കുള്ളതാണെങ്കിൽ ഇനി വാടി, നിന്നെ തെരഞ്ഞു വാ. ഇനി അസലാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ കാണിക്കാൻ എനിക്ക് പറയാൻ പറ്റൂല, കാരണം ഒന്നും നല്ല ഉള്ളത്. പിന്നെ ഇനി പറഞ്ഞ എയ്ഡ്സില്ല സാധനം, നെത്തോലി പോലത്തെ ഈ ചുള്ളിച്ച സാധനം, അതിന് ഒറ്റ ഭർത്താവേ ഉള്ളൂ. അത് അന്തസ്സായിട്ട് ഉണ്ടാക്കി ഒരുത്തരാൻ ഞാൻ. എനിക്ക് എൻ്റെ അമ്മേനെ കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ അമ്മേനെ അങ്ങനത്തെ കളിച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടില്ല. എൻ്റെ അന്ന ലിപ് ലോക്ക് ചെയ്യുന്ന മാതിരി ഞാൻ എൻ്റെ അമ്മേനെ ചെയ്യലൊന്നുമില്ല. ഞാനെന്നല്ല, ഒരു മക്കളും ചെയ്യല്ല. അതുകൊണ്ട് മോളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ, സ്വന്തം മോനെ പറഞ്ഞ് പഠിപ്പിക്കാം. കണ്ടോരെ ഭാര്യമാരെ നോക്കി നടക്കലല്ല വേണ്ടതെന്ന്. ആ നത്തോരു വിധം മയറിനൊന്നും സാമാന്യ വിവരം ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ വയ്യ പോകേണ്ട കാര്യമല്ല. ഓനും അത്രയ്ക്കും കാമം മൂത്തിട്ടായിരിക്കും നിന്നെ വന്നിട്ട് ലിപ് ലോക്ക് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമോൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ തള്ളേൻ്റെ മെക്കിട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. നിൻ്റെ തള്ള ഒരുത്തനെ കൂടെ കിടന്നിട്ടുള്ളൂ. ആ ഒരുത്തൻ ഉണ്ടായതാണ് ഞാൻ. അതുകൊണ്ട് മോള് വെലിങ്ങന ഉണ്ടാക്കാത്ത കഥയൊന്നും പറയാൻ നിൽക്കണ്ട. ഇനി അത്രയ്ക്ക് അണ്ടിക്ക് ഉറപ്പുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതാണ് ഇങ്ങനെ എന്നെ തപ്പിയിട്ട് എൻ്റെ നാട്ടിലേക്ക് വാടി വേശിയെ. ഇനി കണ്ടവൻ്റെ കൂടെ കിടന്നിട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ കാലടിച്ച് പൊട്ടിച്ചിട്ട് ഇനി എന്ത് മയിലുണ്ടാക്കി. ഇനി അത്ര അന്തസ്സുള്ളതാണെങ്കിൽ ഇന്നെ തപ്പിയിട്ട് എൻ്റെ നാട്ടിലേക്ക് വാ. എന്നിട്ട് ഇമ്പൊക്കെ ഉണ്ടാക്കാം ആരാ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അത്ര അണ്ടിക്ക് ഉറപ്പുള്ളതാണെങ്കിൽ ഇനി അങ്ങനെ പറഞ്ഞിട്ട് വാ. അല്ലാണ്ട് എൻ്റെ തള്ള എയ്ഡ്സ് വന്നതാണ്, എൻ്റെ തള്ള മറ്റേ ഇത് വന്നതാണ്, എൻ്റെ തള്ള അങ്ങനെ വന്നതാണെന്നുള്ളത് കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ തള്ള അങ്ങനെ പോയിക്കില്ല. എൻ്റെ തള്ളയും തന്ത അങ്ങനെ മാറി പോയിട്ടാണ് ഇങ്ങനെ ഉണ്ടായെന്നുള്ളത് ഇങ്ങനെ പുറത്ത് പറയരുത്. പിന്നെ ഇപ്പോൾ എന്നെ ലിപ് ലോക്ക് ചെയ്ത് എൻ്റെ സ്വന്തം മോനൊന്നല്ലല്ലോ, വേറെ വകയിലുണ്ടായ മോനല്ലേ. അപ്പം ലിപ് ലോക്ക് ചെയ്തതിലൊന്നും വലിയ തെറ്റും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് മോളൊരു കാര്യം മനസ്സിലാക്കുക. ഈ തെറിത്താത്ത ഈ വെടിപ്പൊര ബീവി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്വന്തം മക്കളെ മര്യാദ പഠിപ്പിച്ചിട്ട് വേണം മറ്റുള്ളവരുടെ മക്കളെ മര്യാദ പഠിപ്പിക്കാൻ. ഇനി കാറിൽ പോയിട്ട് വീഡിയോ ഇട്ടിട്ടും മറ്റേ കാപ്പാട് ബീച്ചിൽ വന്നിട്ട് വീഡിയോ ഇട്ടിട്ടും ഓരോരോ മഹലിൽ പോയിട്ട് ഓരോരുത്തരെ പറഞ്ഞ് ഇതാക്കിയിട്ടും ഓരോരുത്തർ വീട്ടിൽ പോയിട്ട് ഓരോ ഭാര്യമാരെ കമ്പനി അടിച്ചിട്ട് ഭർത്താക്കന്മാരെ ചൂഷണം ചെയ്തിട്ട് അവരെ കൂടെ കിടപ്പറ പങ്കിട്ടിട്ട് അവസാനം അവരെ ഭാര്യമാർ പിടിച്ചടിച്ചതിൻ്റെ കേസും പിന്നെ അങ്ങനെ കേസുകളൊക്കെ കണക്ക് ഇതിന് മാത്രം തുള ഉണ്ടടി. അതിൻ്റെ അകത്ത് ഇതിന് മാത്രം വലിയ തുളയാണോ നിൻ്റെത്? ആ വലുപ്പം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ തുളയൊക്കെ ഉണ്ടാവും. ആ തുള വെച്ചിട്ട് എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കടത്താൻ വരരുത്. അപ്പോൾ മോള് കാര്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ, നിൻ്റെ തുളേൻ്റെ അത്ര ചിലപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നീ കൊണ്ടമാന ആൾക്കാരെ കയറ്റിക്കോ. സ്വന്തം മറ്റേ എന്താ പറയുക ഭാര്യമാരെ ചൂഷണം ചെയ്തിട്ട് അമ്മമാരെ അല്ലെങ്കിൽ കുറേ കാണാൻ പോകുന്ന ഏച്ചിമാരൊക്കെ കമ്പനി അടിച്ച് അവരെ ഭർത്താക്കന്മാരെ ചൂഷണം ചെയ്ത് അവരെ ഇത് എൻ്റെ ഇതിലേക്ക് ഇതാക്കുന്നതുകൊണ്ട് എനിക്കിട്ട് താങ്ങാൻ നിൽക്കണ്ട. എനിക്കിട്ട് മോള് താങ്ങുമ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, എനിക്ക് മുന്നും പിന്നും നോക്കാനല്ല, എനിക്ക് ആകെ ഉള്ളത് എൻ്റെ അച്ഛനും അമ്മയാണ്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ മോളൊരു കാര്യം ചെയ്യാം, അരുണിൻ്റെ അച്ഛനും അമ്മേനെ നോക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒരു നായിൻ്റെ മക്കളെയും പേടിക്കല്ലേ. അതുകൊണ്ട് മോൾ എനിക്ക് തൻ്റെ ഉണ്ടെങ്കിൽ ഇനി അണ്ടിക്ക് ഉറപ്പുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതാണെങ്കിൽ മോള് പോരി കോഴിക്കോട് വന്നിട്ട് വിളിച്ചാൽ മതി. ഇനി അതല്ല കോഴിക്കോട് വരാൻ പേടിയാണെങ്കിൽ മോൾ അഡ്രസ്സ് എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഒരുവിധം എല്ലാ വീഡിയോയിലും വിട്ടിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ആടെ വന്നിട്ട് എൻ്റെ കൂടെ കിടക്കണം എന്നുള്ള രീതിയിലൊന്നും പറയരുത്. എനിക്ക് താങ്ങൂല. ഞാൻ മെലിഞ്ഞൊരു നത്തോലി പോലത്തെ ഒരു സാധനം, ഈ നത്തോലി പോലത്തെ ഒരു സാധനം ആനേനെ പോലത്തെ സാധനത്തിന് മോള് കയറി ഇറങ്ങാന്നൊക്കെ പറഞ്ഞാൽ റിസ്ക്കാണ്. പിന്നെ മോള് നേരത്തെ പറഞ്ഞ് എൻ്റെ അമ്മേൻ്റെ കാര്യം എന്ന് പറഞ്ഞ് അമ്മ എയ്ഡ്സ് വന്നതാണെന്ന്. എൻ്റെ അമ്മയ്ക്ക് എയ്ഡ്സും കാര്യമൊന്നും വരാൻ നിൽക്കൂല. കാരണം എൻ്റെ അമ്മ കിടന്നത് ഒരാളെ കൂടിയാണ്. ഇനി പിന്നെ എൻ്റെ മോൻ്റെ കൂടെ കിടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ലിപ് ലോക്കും കാര്യമൊക്കെ ചെയ്തത്. അതുകൊണ്ട് എൻ്റെ മോക്ക് ഞാനൊരു ഗുഡ് ബൈ പറഞ്ഞു. മോള് വരികയാണെങ്കിൽ ഇവിടെ വരിക. ഓക്കെ, ബൈ.